ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളം. അതിൽ യൂണിറ്റ് 3യുടെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 3 ആർപ്പോ ഇറോ. ആർപ്പോ ഇറോ, ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ. ഇനി കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോയിൽ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1ാമത്തെ പ്രവർത്തനം ആർപ്പോ ഇറോ എന്നുള്ള ആ പാട്ട് തന്നെ നമ്മളിവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആർപ്പോ ഇറോ, ഇറോ ഇറോ. ആർപ്പോ ഇറോ, ഇറോ ഇറോ. ഓടി വരൂ, പാടി വരൂ, കൂടെ വരൂ കൂട്ടരെ. ആർപ്പോ ഇറോ, ഇറോ ഇറോ. ആർപ്പോ ഇറോ. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലത്തേതുപോലെ പൂരിപ്പിക്കുക കുഞ്ഞെഴുത്ത് ബുക്കിൽ. അതേപോലെ തന്നെ അപ്പവും ചുട്ട് എന്നുള്ള ആ പാട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെത്തിയതുപോലെ ഇവിടെയും പൂരിപ്പിക്കണം. അപ്പവും ചുട്ട്, അടേം അവിടെ എന്താ എഴുതേണ്ടത്? ചുട്ട്, ഇലേം വാട്ടി, പൊതിയും കെട്ടി, പടിയും കടന്ന്, അതിലേ പോയി, ഇതിലേ പോയി, കിളി കിളിക്ക് കിളി. ഇത് നിങ്ങൾ കളിച്ചോ വീട്ടിൽ? നിങ്ങളുടെ അച്ഛമ്മയോ നിങ്ങളുടെ അമ്മമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞി കയ്യിൽ ഇങ്ങനെ കൊട്ടി കൊട്ടി ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പവും ചുട്ട്, അടയും ചുട്ട്, ഇലയും വാട്ടി, പൊതിയും കെട്ടി, പടിയും കടന്ന്, അതിലേ പോയി ഇതിലേ പോയി, കിളി കിളിക്ക് കിളി. ഓക്കെ, ഇനി അടുത്തത് പട്ടത്തിൻ്റെ ആ പാഠത്തിലത്തെയാണ് കേട്ടോ. പട്ടം ഡാഷ് ഇട്ട് കൊടുത്ത് എന്താ എഴുതേണ്ടത്? പറന്നു. വിമാനം കണ്ടു. പട്ടം പറന്നപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. വിമാനം കണ്ടു. പിന്നെ മുയലിനെ കണ്ടു. ചിത്രത്തിലുള്ളതൊക്കെ നമുക്ക് എഴുതാം. വണ്ടികൾ കണ്ടു, വീട് കണ്ടു, കുളം കണ്ടു. പിന്നെ പൂമരം കണ്ടു, പൂമല കണ്ടു, മേഘം കണ്ടു, മുട്ട കണ്ടു, പട്ടം പറന്നു. ഇതുപോലെ പൂരിപ്പിക്കാം. അടുത്തത് നോക്കൂ. ഇവിടെ തത്തയും ആനയും കാക്കയുമാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. എല്ലാം നിറം കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ. എല്ലാ ചിത്രങ്ങളും നിറം കൊടുക്കണേ. അപ്പൊ തത്ത കണ്ടു. തത്ത കണ്ടത് എന്താണ്? നൂലുള്ള പട്ടം കണ്ടോ? പട്ടത്തിന്റെ നൂലുകൾ പറക്കുന്നത് കണ്ടോ? നൂലുള്ള പട്ടം. അടുത്തതായിട്ട് നമുക്ക് കാക്ക കണ്ടു എന്ന് എഴുതാം. കാക്ക കണ്ടത് എന്താ? വാലുള്ള പട്ടം. വാലും ഉണ്ട് ഈ പട്ടത്തിന്. പിന്നെ ആന കണ്ടു. ആന എന്താണ് കണ്ടത്? ചേലുള്ള പട്ടം. നല്ല ചേലുള്ള പട്ടം, ചന്തമുള്ള പട്ടം. ഓക്കെ, പട്ടത്തിനും മേഘത്തിനും തത്തയ്ക്കും കാക്കയ്ക്കും ആനയ്ക്കും എല്ലാം നിറം കൊടുക്കണേ. അടുത്തത് താഴെ ഒരു പട്ടി നിന്ന് കുരയ്ക്കുന്നു. കണ്ടോ? പട്ടത്തിനെ നോക്കിയാണ് കുരയ്ക്കുന്നത്. പട്ടി നോക്കി. പട്ടി പട്ടത്തിനെ അങ്ങനെ നോക്കുകയാണ്. കുര കുരച്ചു. നല്ല കുര അങ്ങോട്ട് കുരച്ചു. പട്ടം ഞെട്ടി. പട്ടം ഞെട്ടി. വിറച്ചു. പട്ടം എന്താക്കിയപ്പോ? വിറച്ചു, പേടിച്ചിട്ടേ വിറച്ചു. അപ്പോഴോ നൂല് പൊട്ടി. നൂല് പൊട്ടി. പട്ടം വീണു. തലകുത്തി. തലകുത്തി. പട്ടം വീണു. തലകുത്തി പട്ടം വീണു. ഇനി നോക്കൂ, ഇപ്പൊ അടുത്ത പേജിൽ എന്താ? ആ പട്ടത്തിന്റെ നൂലൊക്കെ നമ്മുടെ പട്ടിയുടെ മേലിൽ അങ്ങനെ ചുറ്റി പണഞ്ഞിരിക്കുന്നു. കണ്ടോ?
നൂല് കുരുങ്ങി. എന്താ പറയാ? നൂല് കുരുങ്ങി. വാലിൽ കുരുങ്ങി, കാലിൽ കുരുങ്ങി, മേലാകെ കുരുങ്ങി. മോ മോ മോ. പട്ടി മോങ്ങി. പട്ടി മോങ്ങി. കണ്ടോ? ഇനി നമുക്ക് കുറച്ച് കളിയുടെ പേരുകൾ എഴുതാം. ഏതൊക്കെ കളിയുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ഇവിടെ കുറച്ച് കളിയുടെ പേരുകൾ തരാം. കുളം, കര. ആ കളി എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒരു വട്ടം വരച്ച് കുളം എന്ന് പറയുമ്പോൾ വട്ടത്തിന്റെ ഉള്ളിലേക്ക് ചാടുക, കര എന്ന് പറയുമ്പോൾ വട്ടത്തിന്റെ പുറത്തേക്ക് ചാടുക. അറിയില്ലേ? കുളം, കര. രണ്ടാമത്തെ കളിയായിട്ട് നമുക്ക് കക്ക് കളി എഴുതാം. 3 വട്ടം വട്ടം നാരങ്ങ. അങ്ങനെ വട്ടത്തിലിരുന്ന് കളിക്കുന്ന ഒരു കളി. 4ാമത്തെ കളി ഒളിച്ചു കളി. 5ാമത്തെ കളി ടീച്ചറും കുട്ടിയും കളി. 6ാമത്തെ കളി പന്ത് കളി. ഇനി അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കുറേ കളികളുണ്ട് അല്ലേ? നോട്ട് ബുക്കിൽ നമ്മൾ കുറേ കളികൾ എഴുതിയിട്ടുമുണ്ട്. അടുത്തത് വായിക്കാം, കളിക്കാം. ഒരു കളി എങ്ങനെ കളിക്കാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കളിയുടെ പേര് ഇട്ടൂലി. കളിയുടെ പേര് ഇട്ടൂലി. ഈ കളി നിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കളി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരാൾ നേതാവാകണം. നേതാവ് ഒരു അതെന്തിൻ്റെ ചിത്രമാണ്? പിന്ന്. പിൻ. നമ്മുടെ സാരിയിലും ഒക്കെ കുത്തുന്ന പിന്ന്. നേതാവ് ഒരു പിൻ ഒളിപ്പിക്കണം. തുടർന്ന് വിളിച്ചു പറയണം, ഇട്ടൂലി. പിൻ തുണിയിലോ ഇലയിലോ കുത്തിവെച്ചാൽ പറയും, കുത്തൂലി. ഒരിടത്ത് വെച്ചാൽ പറയും, വച്ചൂലി. ഇട്ടാൽ എന്താണ് പറയുക? അപ്പൊ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇടുകയാണെങ്കിൽ പറയും, ഇട്ടൂലി. മൂടി വെച്ചാൽ പറയും, മൂടൂലി. ഈ കളി നിങ്ങൾ ഈ പിന്നൊളിപ്പിക്കുന്ന കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കളിച്ച് നോക്കണേ. ഇങ്ങനെ നമ്മൾ ക്ലൂ കൊടുക്കണം. എങ്ങനെയാണ്? തുണിയിലോ ഇലയിലോ കുത്തി വെച്ചാൽ കുത്തൂലി എന്ന് പറയണം. ഒരിടത്ത് വെച്ചാലോ വച്ചൂലി. ഒരിടത്ത് ഇട്ടാൽ ഇട്ടൂലി. മൂടി വെച്ചാൽ മൂടൂലി. ഇങ്ങനെ ക്ലൂ കൊടുത്തിട്ട് ഒളിപ്പിച്ചയിടത്തേക്ക് ഓരോരുത്തർ വന്ന് കണ്ടുപിടിക്കണം. ഇനി ഒളിപ്പിച്ചിടത്തേക്ക് ആര് വന്നാലും ആ ആളുടെ പേര് ചേർത്ത് നേതാവ് വിളിച്ചു പറയണം. തണൽ. ഒളിപ്പിച്ച സ്ഥലത്തേക്ക് ആരെങ്കിലും വന്നാൽ എന്താണ് പറയേണ്ടത്? ആ ആളുടെ പേരും ചേർത്ത് തണൽ എന്ന് പറയണം. പിൻ കണ്ടെത്തുന്ന ആൾ അടുത്ത നേതാവാകും. ഇട്ടൂലിക്കളി തുടരും. ഇപ്പം നമ്മൾ ചൂട് തണുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതേപോലെ കളിക്കാറില്ലേ? ഇപ്പം നമ്മളൊരു സാധനം ഒളിപ്പിച്ച് വെക്കും, എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ചൂട് ചൂട് എന്ന് നമ്മൾ പറയും. അതിൻ്റെ അടുത്തല്ലാതെ നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ തണുപ്പ് തണുപ്പ് എന്ന് പറയും. ഈ കളി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഓരോരോ കളികളും കളിക്കുക കേട്ടോ. അപ്പം നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. 3ാമത്തെ യൂണിറ്റിലെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ യൂണിറ്റായ പിറന്നാൾ സമ്മാനം എന്ന യൂണിറ്റിൻ്റെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.